മാടായിക്കാവിലെ പൂരംകുളിയുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഐതിഹ്യമാണുള്ളത്. ദാരിക നിഗ്രഹത്തിന് ശേഷം ഉഗ്രരൂപിണിയായി മാറിയ ഭദ്രകാളിയെ ശാന്തയാക്കാൻ ദേവന്മാർ വടുകുന്ന തടാകത്തിലെ ജലം ഉപയോഗിച്ചുവെന്നാണ് ഒരു ഐതിഹ്യം. തടാകത്തിലെ തണുത്ത ജലത്തിൽ മുങ്ങിയതോടെ ദേവി ശാന്തസ്വരൂപിണിയായെന്നും ഭക്തർക്ക് അനുഗ്രഹം നൽകിയെന്നുമാണ് സങ്കല്പം. മീനമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ച പൂരോത്സവത്തിന്റെ 10ാം നാളിലാണ് പ്രധാന ചടങ്ങായ പൂരംകുളി നടക്കുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ വടുകുന്നയിലേക്ക് ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിക്കും. മാടായിപ്പാറയുടെ വിശാലതയിലൂടെയുള്ള ഈ യാത്ര നയനമനോഹരമായ കാഴ്ചയാണ്. പിന്നീട് വടുകുന്ന തടാകത്തിന്റെ പടവുകളിൽ വെച്ച് പ്രത്യേക പൂജകൾ നടന്നു. തുടർന്ന് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ ഭഗവതിയുടെ തിടമ്പുമായി തടാകത്തിൽ 3 തവണ മുങ്ങിക്കുളിച്ചതോടെ പൂരംകുളി ചടങ്ങ് പൂർത്തിയായി. വടുകുന്ന തടാകത്തിലെ നീരാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്ന ദേവിയെ കാവിൽ ആചാരചടങ്ങുകളോടെ സ്വീകരിച്ചു. ഇതോടെ മാടായിക്കാവിലെ ഈ വർഷത്തെ പൂരക്കാലത്തിന് സമാപനമായി. മാടായിപ്പാറയുടെ പ്രകൃതി ഭംഗിയിൽ അലിഞ്ഞു ചേരുന്ന ഈ ആചാരം കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളാണ് എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.